മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യയിലെ ഇരുമ്പുൽപാദക കമ്പനികൾ ദുബായിലും ഓഫീസ് തുറന്നു. ഓഫീസ് തുറന്നത് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയുടെ UAE സന്ദർശനത്തിന്റെ ഭാഗമായി. ഇന്ത്യയിലെ ഇരുമ്പ് കമ്പനികൾക്ക് അന്താരാഷ്ട്ര വിപണിയിലും സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടഭാഗം തകർന്നു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് മകളുടെ ശസ്ത്രക്രിയയ്ക്കായി എത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു. അപകടത്തിൽപ്പെട്ടത് ശുചിമുറിയിൽ കുളിക്കാൻ പോയപ്പോൾ. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. ബിന്ദു കുടുങ്ങിക്കിടന്നത് 2.5 മണിക്കൂറോളം. തിരച്ചിൽ ഊർജിതമാക്കിയത് കാണാനില്ലെന്ന ഭർത്താവിന്റെ പരാതിക്ക് ശേഷം വ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. അച്ചടക്ക നടപടി പ്രതീക്ഷിച്ച് വകുപ്പ് ചുമതല ജൂനിയർ ഡോക്ടർക്ക് കൈമാറി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. എന്തു ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാർ. പർച്ചേസ് നടപടികൾ ലളിതമാക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് വിദഗ്ധ സമിതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവ് നികത്തിയില്ല. പദവിയിൽ തുടരാമെന്ന സർക്കാർ തീരുമാനത്തിന് പിന്നാലെ സസ്പെൻഷൻ ഉത്തരവ് തള്ളി രജിസ്ട്രാർ KS അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്ത്. ഭരണഘടനയുടെ ആമുഖം നൽകി സ്വീകരിച്ച SFI പ്രവർത്തകരും സിൻഡിക്കേറ്റ് അംഗങ്ങളും. ചുമതല ഏറ്റെടുത്ത് ഡോക്ടർ സിസ തോമസ്. രാജ്ഭവനിലേക്കുള്ള DYFI മാർച്ച് സുരക്ഷാ വീഴ്ചയെന്നും ശക്തമായ വകുപ്പ് ചുമത്തണമെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ DGPയെ അതൃപ്തി അറിയിച്ചു. ലിവർപൂളിന്റെ പോർച്ചുഗീസ് താരം ഡിയേഗോ ജോട്ടോ സ്പെയിനിൽ കാർ അപകടത്തിൽ മരിച്ചു. ഞെട്ടലോടെ ഫുട്ബോൾ ലോകം. മരണപ്പെട്ടത് 2022 ലിവർപൂളിന് FA കപ്പ് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരം. ഇന്ത്യയിലെ ഇരുമ്പ് ഉൽപാദന കമ്പനികൾ ദുബായിലും ഓഫീസ് തുറന്നു. കേന്ദ്ര ഉരുക്ക് വ്യവസായ പൊതുമേഖലാ സ്ഥാപന വകുപ്പ് മന്ത്രി HD കുമാരസ്വാമിയുടെ UAE സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഓഫീസുകൾ തുറന്നത്. ഇന്ത്യയിലെ ഇരുമ്പ് കമ്പനികൾക്ക് അന്താരാഷ്ട്ര വിപണിയിലും സാന്നിധ്യം ഉറപ്പാക്കാൻ ദുബായിലെ ഓഫീസുകൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ ഇരുമ്പുൽപാദക കമ്പനികളായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മെക്കോൺ ലിമിറ്റഡ്, നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയാണ് ദുബായിൽ പുതിയ ഓഫീസുകൾ തുറന്നത്. കേന്ദ്ര ഉരുക്ക് വ്യവസായ പൊതുമേഖലാ വകുപ്പ് മന്ത്രി HD കുമാരസ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ കമ്പനികൾക്ക് രാജ്യാന്തര വിപണിയിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ഈ ഓഫീസുകൾ സഹായിക്കുമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. There were visits to a couple of factories in Dubai. All in all, a very productive visit. A visit which looks at the possibilities of expanding steel sector collaboration. We know the potential that exists in Dubai with all this construction that is happening. So the Indian companies are very excited. ഉരുക്ക് വ്യവസായ രംഗത്ത് UAEയിലെ റാസൽ ഖൈമ എമിറേറ്റുമായി സഹകരണം ശക്തമാക്കാനും കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സഹർ അൽ ഖാസിമിയുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. UAE സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മറിയുമായും HD കുമാരസ്വാമി ചർച്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്രമന്ത്രി UAEയിലെത്തിയത്. റാസൽ ഖൈമ തുറമുഖം, പ്രധാന ക്വാറിയായ സ്റ്റീവൻ റോക്ക്, ദുബായിലെ എമിറേറ്റ്സ് ഗ്ലോബൽ അലൂമിനിയം ആൻഡ് കൊണാറ സ്റ്റീൽ കമ്പനി എന്നിവിടങ്ങളിലും കേന്ദ്രമന്ത്രി സന്ദർശനം നടത്തി. അമൃത ന്യൂസ്, ദുബായ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടഭാഗം തകർന്ന് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. മകൾ നവമിയുടെ ശസ്ത്രക്രിയയ്ക്കായി എത്തിയതായിരുന്നു ബിന്ദു. കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് അടിയിൽ കുടുങ്ങിയ ബിന്ദുവിനെ 2.5 മണിക്കൂറിന് ശേഷം മാത്രമാണ് പുറത്തെടുക്കാനായതെന്ന് കുടുംബം പറഞ്ഞു. സംഭവത്തിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. 60 വർഷത്തിലധികം പഴക്കമുള്ള ബലക്ഷയമുള്ള കെട്ടിടത്തിന്റെ ഭാഗമാണ് തകർന്നത് എന്നാണ് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും വിശദീകരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ആരെങ്കിലും അടിയിൽ കുടുങ്ങിയിരിക്കാൻ സാധ്യതയില്ലെന്നും ഇവർ പറഞ്ഞതിന് പിന്നാലെയാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന ഭർത്താവ് വിശ്രുതന്റെ പരാതിയെത്തുന്നത്. ഇതിനിടെ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി പരിശോധന ആരംഭിച്ചിരുന്നു. 2.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ബിന്ദുവിനെ കണ്ടെത്തി പുറത്തെടുക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അപകടം നടന്ന് വൈകാതെ ബിന്ദുവിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അടച്ചിരുന്നതായി അധികൃതർ അവകാശപ്പെടുന്ന കെട്ടിടത്തിന്റെ ഭാഗം പക്ഷേ രോഗികളും കൂട്ടിരിപ്പുകാരും ഉപയോഗിച്ചിരുന്നു. ഇത് തടയാൻ അധികൃതർക്കായില്ല. തകർന്നു വീണ പഴയ കെട്ടിടത്തിലെ വാർഡുകൾ ഈ മാസം അവസാനത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നുവെന്ന് അധികൃതർ പറയുമ്പോൾ
ആ മാറ്റം 1-2 മാസം മുൻപേ നടപ്പാക്കാനായിരുന്നെങ്കിൽ ഒരു ദാരുണ സംഭവം ഒഴിവാക്കാനാകുമായിരുന്നു. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് 2013 തന്നെ റിപ്പോർട്ട് ലഭിച്ചിരുന്നതായി മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുന്നു. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷവും പഴയ കെട്ടിടം തന്നെ ഉപയോഗത്തിലിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയുടെ ഗൗരവം വർദ്ധിക്കുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടഭാഗം തകർന്നു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിലും പരിസരത്തും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടഭാഗം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി മരിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദുവിന്റെ മരണം രക്ഷാപ്രവർത്തനം വൈകിയത് മൂലമാണെന്ന് ആരോപിച്ച UDF സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണം. അതിന്റെ അവസാനം ഒരു സാധു സ്ത്രീ മരിക്കാനിടയായത് 2 മണിക്കൂറാണ് വൈകിച്ചത്. എന്ത് കാരണത്താലാണ്? വിശദീകരിക്കണം. കോട്ടയം MP ഫ്രാൻസിസ് ജോർജും ജില്ലയിലെ UDF MLA-മാരും മറ്റ് നേതാക്കളും അപകട സ്ഥലം സന്ദർശിച്ചു. അതേസമയം രക്ഷാപ്രവർത്തനം ഒട്ടും വൈകിയിട്ടില്ലെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മെഷീൻ കൊണ്ടുവരുന്നതിന് തന്നെ എന്താണ് അതിൻ്റെ കാരണം? അത് ആരെങ്കിലും അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുക മാത്രമാണെങ്കിൽ അത് പിന്നീട് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ. ഇതിനിടെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തി. സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. അപകടത്തിന്റെ വിശദാംശങ്ങൾ തേടിയ മുഖ്യമന്ത്രി ജില്ലാ കളക്ടർക്ക് അന്വേഷണം സംബന്ധിച്ച നിർദ്ദേശങ്ങളും നൽകി. മെഡിക്കൽ കോളേജിൽ നിന്നും മടങ്ങിയ മുഖ്യമന്ത്രിയെ മെഡിക്കൽ കോളേജ് വളപ്പിന് വെളിയിൽ കാത്തുനിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. അതേസമയം അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ നടക്കും. വരും ദിവസങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. അമൃത ന്യൂസ്, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിക്കാനിടയായ സാഹചര്യം ദൗർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെറ്റായ വിവരം നൽകിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തെ ഇല്ലാതാക്കുകയായിരുന്നു മന്ത്രി. സാമാന്യ ബുദ്ധിയുള്ളവർ ആദ്യം ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പറയുക. തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും VD സതീശൻ പറഞ്ഞു. ആള് മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിയാമല്ലോ. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴിഞ്ഞാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു അപകടം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയില്ലേ? ആരെങ്കിലും പറയില്ലേ? ഒരു കെട്ടിടം ഇടിഞ്ഞു വീണാൽ അത് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ചിരുന്ന കെട്ടിടം ഏത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്? എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന്? അവർ ടോയ്ലറ്റ് ഉപയോഗിച്ചാണ്, ഇപ്പൊ കുളിച്ച് പുറത്തിറങ്ങി വന്നതാണെന്ന് എത്ര പേര് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എന്നിട്ട് ആരാണ് പറഞ്ഞത്? അത് തൊണ്ട തൊടാതെ വിഴുങ്ങി നേരെ വന്ന് അവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടല്ലേ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്? താൻ ഉയർത്തിയ പ്രതിഷേധം കൊണ്ട് പ്രയോജനമുണ്ടായി എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങളാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. പോസ്റ്റിൽ സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പ്രതികരണത്തിന് കൂടുതൽ മാനങ്ങൾ ലഭിച്ചു. താൻ ചെയ്തത് ചട്ടലംഘനം തന്നെയാണ്. നടപടി ഉണ്ടായാലും കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകില്ല. ശിക്ഷ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരോ CPMO തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. തനിക്ക് അവരിൽ നിന്നും പിന്തുണയാണ് ലഭിച്ചതെന്നും ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചു. എനിക്ക് പിന്നെ സാമ്പത്തിക ബാധ്യത എന്നുള്ളതൊന്നുമില്ല. എനിക്ക് ലോണുകളോ കടങ്ങളോ ഒന്നുമില്ല. എൻ്റെ വൈഫിന് ജോലിയുണ്ട്, മക്കൾക്ക് മൂത്തയാൾക്കും ജോലിയായി. അപ്പോൾ അവരുടെ വരുമാനമുള്ള പിന്നെ എനിക്ക് അങ്ങനെ വലിയ ചിലവില്ല. എനിക്കൊരു ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടിയ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ്. ഒരു കടുത്ത തീരുമാനങ്ങളും ഇല്ല. വേറെ കടുത്ത തീരുമാനങ്ങളൊന്നുമില്ല. അവരുടെ ശിക്ഷ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ. തെറ്റ് ചെയ്താലും ശിക്ഷ സ്വീകരിക്കുന്നതിൽ എനിക്ക് അതൊന്നും മടിയുമില്ല. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് സർവീസ് ഞാനില്ലെങ്കിലും ഈ മെഡിക്കൽ കോളേജിനെ ഞാൻ ഇകഴ്ത്തി പറഞ്ഞതല്ല. മെഡിക്കൽ കോളേജിലെ സർവീസുകൾ പോഷാക്കി കാണിച്ചതല്ല. കേരളത്തിലെ ലക്ഷം ജനങ്ങളുടെ ആശ്രയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ മാത്രമല്ല തമിഴ്നാട് ജില്ലകളിൽ. മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിന്റെ പരിമിതികളെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ വിമർശനം ശരിവെച്ച് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഉപകരണങ്ങൾ വാങ്ങുന്നതടക്കമുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കണമെന്നും വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. അതേസമയം ഡോക്ടറുടെ പരസ്യ പ്രതികരണം അച്ചടക്ക നടപടിയാണെന്ന് അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു.
ആലപ്പുഴ മെഡിക്കൽ കോളേജ് മേധാവി ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ വിദഗ്ധ സമിതിയാണ് അന്വേഷണ റിപ്പോർട്ട് DMAക്ക് കൈമാറിയത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ തള്ളാതെയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്നും വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഹാരിസ് പറയുന്നത് വസ്തുതയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സമയത്ത് ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിനു മുൻപ് ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സമിതി വ്യക്തമാക്കുന്നു. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വകുപ്പാണ് യൂറോളജിയുടേത്. ആഴ്ചയിൽ 6 ദിവസവും സങ്കീർണമായ ശസ്ത്രക്രിയകൾ വരെ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഉപകരണങ്ങൾ വാങ്ങുന്ന പ്രക്രിയ ഏറെ സങ്കീർണമാണ്. നടപടിക്രമങ്ങളിലെ നൂലാമാലകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട സമിതി ഇതിനായി ശുപാർശകളും നൽകിയിട്ടുണ്ട്. സൂപ്രണ്ടുമാർക്കും പ്രിൻസിപ്പാൾമാർക്കും കൂടുതൽ സാമ്പത്തിക അധികാരം നൽകണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഡോക്ടർ ഹാരിസിന്റെ പരസ്യ പ്രതികരണം സർവീസ് ചട്ടലംഘനമാണെന്ന് പറയുന്ന സമിതി ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെ ആർക്കെതിരെയും അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ ഉത്തരവ് തള്ളി രജിസ്ട്രാർ KS അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്ത്. ഭരണഘടനാ ആമുഖം നൽകി SFI പ്രവർത്തകരും സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറെ സ്വീകരിച്ചു. വൈസ് ചാൻസലർക്ക് പകരം ചുമതല നൽകിയിട്ടുള്ള ഡോക്ടർ സിസ തോമസും യൂണിവേഴ്സിറ്റി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. SFI പ്രവർത്തകരും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളും ചേർന്നാണ് യൂണിവേഴ്സിറ്റി ഓഫീസിലെത്തിയ രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഭരണഘടന നൽകി സ്വീകരിച്ചത്. ഭരണഘടന സർവകലാശാല ആസ്ഥാനത്തിന് മുകളിൽ വെച്ച് SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. സർവകലാശാലയിലേക്ക് എത്തിയെങ്കിലും ഔദ്യോഗിക ചുമതലകളിലേക്ക് രജിസ്ട്രാർ കടന്നില്ല. പകരം ചുമതല നൽകിയ ജോയിന്റ് രജിസ്ട്രാർ ഇന്ന് അവധിയെടുത്തു. വൈസ് ചാൻസലറുടെ നടപടി നിയമവിരുദ്ധമെന്നും ധൈര്യമുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടട്ടെയെന്നും സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് G മുരളീധരൻ പറഞ്ഞു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിയമവിരുദ്ധമാണ്. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം കത്ത് കൊടുത്തായിരുന്നു. അതിനിടെ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയിലുള്ള ഡോക്ടർ സിസ തോമസ് സർവകലാശാല ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റെടുത്ത് മടങ്ങി. സിസ തോമസിനെ തടയുമെന്ന് SFI നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം VC മോഹനൻ കുന്നുമ്മലിന്റെ നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് മന്ത്രി R ബിന്ദു വ്യക്തമാക്കി. സ്പഷ്ടമായും അധികാര ദുർവിനിയോഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സർവകലാശാലകളിൽ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഗവർണർമാർ ചാൻസലർമാരായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ VC പ്രവർത്തിക്കരുതെന്ന് മന്ത്രി V ശിവൻകുട്ടിയും വിമർശിച്ചു. വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കും. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കും. ഇത് കേരളമാണ്. അങ്ങനെയുള്ള ഒരു ചട്ടമിത്തരവും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. VC മോഹനൻ കുന്നുമ്മലിനെതിരെ യൂണിവേഴ്സിറ്റി അധ്യാപകരും ജീവനക്കാരും പ്രതിഷേധിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജ്ഭവനിലേക്ക് നടന്ന DYFI മാർച്ചിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് ഗവർണർ. അതൃപ്തി DGP അറിയിച്ചു. ബാരിക്കേഡുകൾ ചാടിക്കടന്ന് പ്രവർത്തകർ എത്തിയതിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കണമെന്ന് രാജ്ഭവൻ DGPയോട് ആവശ്യപ്പെട്ടു. ശക്തമായ നടപടിയെടുക്കണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമീപകാലത്തുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവനിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് DGPക്ക് നിർദ്ദേശം നൽകിയതും പിന്നീട് ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം അത് റദ്ദ് ചെയ്തതും വിവാദമായിരുന്നു. 6 പോലീസുകാരെയും 1 ഡ്രൈവറെയും രാജ്ഭവനിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് ഉടൻ റദ്ദ് ചെയ്തതിന് പിന്നിൽ സർക്കാരിന്റെ ഇടപെടൽ എന്ന ആക്ഷേപവും ഉയർന്നു. പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം റവാഡ ചന്ദ്രശേഖർ ഗവർണറുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഉത്തരവ് മരവിപ്പിച്ചതിലെ അതൃപ്തി രാജ്ഭവൻ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനെതിരെ SFI DYFI പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ നടന്നത്. DYFI പ്രതിഷേധം നടന്നപ്പോൾ സമരക്കാർ ബാരിക്കേഡുകൾ മറികടന്ന് രാജ്ഭവന്റെ പ്രധാന ഗേറ്റിനടുത്തേക്ക് എത്തിയിരുന്നു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസിനായില്ല എന്നും വലിയ രീതിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുമാണ് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടുന്നത്. സുരക്ഷാ വീഴ്ചയിലെ അതൃപ്തി രാജ്ഭവൻ DGPയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് രാജ്ഭവന്റെ ആവശ്യം. സർക്കാരും ഗവർണറും തമ്മിൽ പോരു തുറന്ന് യുദ്ധത്തിലേക്ക് എത്തുമ്പോഴാണ് സുരക്ഷാ വീഴ്ചയിൽ രാജ്ഭവൻ നിലപാട് കടുപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ ഗവർണർക്കെതിരെ വിമർശനം ശക്തമാക്കി CPM-ഉം മന്ത്രിമാരും. ഭരണഘടനയുടെ സംരക്ഷകനാകേണ്ട ഗവർണർ ഭരണഘടനയെ നശിപ്പിക്കരുതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ പറയുന്നു. കാവിക്കൊടിയേന്തിയ RSSന്റെ മതാത്മക ബിംബത്തെ സ്വീകരിക്കാനാകില്ല എന്ന് മന്ത്രിമാരായ V ശിവൻകുട്ടിയും R ബിന്ദുവും വിമർശിച്ചു.
ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വാക്പോരുകൾ അവസാനിക്കുന്നില്ല. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ചിഹ്നങ്ങളും കൊടിയും ചിത്രങ്ങളും മാത്രമേ സർക്കാർ പരിപാടികളിൽ പാടുള്ളൂ എന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPM മന്ത്രിമാരും. ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഗവർണർ ഭരണഘടനയുടെ അന്തകനായി മാറരുത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിക്കുന്നത്. ദേശാഭിമാനി ലേഖനത്തിലാണ് ഗവർണർക്ക് സ്വതന്ത്രമായി നിർവഹിക്കാൻ കഴിയുന്ന ചുമതലകൾ ഒന്നുമില്ല എന്ന് ഭരണഘടന ചൂണ്ടിക്കാട്ടി MV ഗോവിന്ദൻ പ്രതിഷേധം അറിയിക്കുന്നത്. ഒരു സിംഹത്തിനരികെ കുന്തവും കാവ്യ പതാകയും കാവ്യ വസ്ത്രവും അണിഞ്ഞ സ്ത്രീരൂപത്തിന് ഭാരതാംബയുടെ പ്രതീകമാകാൻ കഴിയില്ല എന്ന വിമർശനവും MV ഗോവിന്ദൻ ആവർത്തിക്കുന്നു. അതിനിടെ ഭാരതാംബ ചിത്രത്തിനോടുള്ള നിലപാട് ആവർത്തിച്ച് മന്ത്രിമാരായ V ശിവൻകുട്ടിയും R ബിന്ദുവും രംഗത്തെത്തി. ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു വനിത ഇന്ത്യൻ ഭരണഘടനയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒന്നും പറയുന്നില്ല. ഒരു പഞ്ചായത്തിൽ പോലും പാസ്സാക്കിയിട്ടുള്ള കാര്യമല്ലേ. ഭരണഘടന പറയാത്ത ഒന്നിനെയും നാം അംഗീകരിക്കേണ്ട കാര്യമില്ല. കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രം ഇന്ത്യൻ പൊതുമനസ്സിലേക്ക് കൗശലപൂർവ്വം സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോർമലൈസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ദൗത്യം. കാവിക്കൊടിയേന്തിയ മതാത്മക ബിംബത്തിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? ഭാരതാംബ ചിത്രത്തെ ചൊല്ലി സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രതിഷേധം ശക്തമാകുമ്പോൾ വരും ദിനങ്ങൾ കൂടുതൽ കലുഷിതമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒരു പുഞ്ചിരി കൊണ്ട് ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. സ്നേഹവും കാരുണ്യവും സഹജീവി സ്നേഹവും ഒക്കെ ഇല്ലാതാകുന്ന ഈ കാലത്ത് പുഞ്ചിരിക്കൂ, സ്നേഹത്തോടെ പെരുമാറൂ എന്ന ആഹ്വാനവുമായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ദുബായ്. പൊതുജനങ്ങളെ കൂടി പങ്കാളികളാകുന്ന ഈ പദ്ധതിയോടനുബന്ധിച്ചുള്ള പ്രത്യേക പവലിയൻ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ തുറന്നു. സ്നേഹത്തോടെ സൗഹൃദത്തോടെയുള്ള പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുക, പുഞ്ചിരിയോടെ ഇടപഴകുക എന്നീ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഐഡിയൽ ഫേസ് എന്ന ക്യാമ്പയിന്റെ 2ാം പതിപ്പ് ദുബായ് അവതരിപ്പിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആശയ ആവിഷ്കാരമാണ് ഈ പദ്ധതി. ഇതിന്റെ ഭാഗമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു പ്രത്യേക പവലിയൻ തുറന്നു. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. A city and United Arab Emirates as a state caring of everyone living here. Also, we need the people whom they are living in this country to be taken care also back here of this country, of this city. Anything, they have any information, they have any ideas, they have any suggestions, whatever there. We don't need only to take, we need also to share. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദുബായ് എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ക്യാമ്പയിൻ. ദുബായിൽ നിന്നും മടങ്ങുന്നവർക്ക് ഈ പവലിയനിലെത്തി തങ്ങളുടെ നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. നല്ല പെരുമാറ്റം ഉണ്ടാവുമെന്ന് ഈ സംരംഭത്തിന്റെ ഭാഗമായി ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. കുട്ടികൾക്കുള്ള പ്രത്യേക ബൂത്ത്, GDRFയുടെ സേവനങ്ങൾ സംബന്ധിച്ച അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള സൗകര്യം എന്നിവയും പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ലുള്ള GDRFയുടെ പ്രത്യേക ബൂത്തിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. സൗദിയിൽ വിദേശ ടൂറിസ്റ്റുകൾ നടത്തിയ ധനവിനിയോഗത്തിൽ 9.7% വളർച്ച രേഖപ്പെടുത്തിയതായി സൗദി ടൂറിസം മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ കണക്കാണിത്. ഈ വർഷം ആദ്യപാദത്തിൽ 4,940 കോടി റിയാലാണ് വിദേശ ടൂറിസ്റ്റുകൾ രാജ്യത്ത് ചെലവഴിച്ചത്. സ്വദേശി വിനോദസഞ്ചാരികൾ വിദേശങ്ങളിലും വിദേശ ടൂറിസ്റ്റുകൾ സൗദിയിലും നടത്തിയ ധനവിനിയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യപാദത്തിൽ ടൂറിസം മേഖല ധനവിനിയോഗത്തിൽ 2,680 കോടി റിയാൽ മിച്ചം രേഖപ്പെടുത്തി. കുവൈറ്റിൽ സ്വദേശികൾക്കിടയിൽ വിദേശികളെ വിവാഹം കഴിക്കുന്ന പ്രവണത കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട്. നീതിന്യായ മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 2024 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ വർഷം ആദ്യത്തെ 5 മാസങ്ങളിൽ സ്വദേശി പുരുഷന്മാരും വിദേശികളും തമ്മിലുള്ള വിവാഹങ്ങൾ ഏകദേശം 21% കുറഞ്ഞതായാണ് റിപ്പോർട്ട്. അതേസമയം ഇതേ കാലയളവിൽ സ്വദേശി പുരുഷന്മാരും സ്വദേശി സ്ത്രീകളും തമ്മിലുള്ള വിവാഹ നിരക്ക് 3% വർദ്ധിക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിലെ സ്ത്രീകളുമായുള്ള വിവാഹ കരാറുകൾ 2024 96 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 75 കുറഞ്ഞു. ബിദൂനി സ്ത്രീകളുമായുള്ള വിവാഹ കരാറുകളുടെ എണ്ണം കഴിഞ്ഞ വർഷം 51 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 33 കുറഞ്ഞിട്ടുണ്ട്. കുവൈറ്റിൽ പ്രവാസികളിൽ നിന്ന് പണം വാങ്ങി വ്യാജമായി മേൽവിലാസം നിർമ്മിച്ചു നൽകുന്ന സംഘം പിടിയിലായി. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനും ഇവരുടെ ഏജന്റുമാരും പണം നൽകിയ 7 വ്യക്തികളും ഉൾപ്പെടെയുള്ള
സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. ഔദ്യോഗിക പദവി ഉപയോഗിച്ച് സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയുടെ ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് പ്രവേശിക്കുകയും പ്രവാസികളുടെ സാന്നിധ്യമോ രേഖകൾ സമർപ്പിക്കലോ ഇല്ലാതെ മേൽവിലാസങ്ങൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്ന കുറ്റമാണ് ജീവനക്കാരൻ നടത്തിയത്. ഓരോ ഇടപാടിനും 120 ദിനാർ വരെയാണ് പ്രതിഫലമായി ഈടാക്കിയിരുന്നത്. കുവൈറ്റിനകത്തും പുറത്തുമുള്ള നിരവധി ഏജന്റുമാരുമായി സഹകരിച്ച് ഈ വർഷം തുടക്കം മുതൽ ഇത്തരത്തിൽ 5000-ലധികം അനധികൃത ഇടപാടുകൾ നടത്തിയതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. 2 ബ്രോക്കർമാരെയും ഇടപാടുകൾ പൂർത്തിയാക്കാൻ പണം നൽകിയ 7 വ്യക്തികളെയുമാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ നിന്നുള്ള അവസാനത്തെ ഹജ്ജ് തീർത്ഥാടക സംഘവും കഴിഞ്ഞ ദിവസത്തോടെ മക്കയിൽ നിന്ന് മടങ്ങി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാകുന്ന ഹാജിമാർക്ക് ഭക്ഷണം അടക്കം നൽകിയാണ് തനിമ ഹജ്ജ് സന്നദ്ധ പ്രവർത്തകർ മക്കയിലെ സേവന പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചത്. 2 മാസം നീണ്ട സേവന പ്രവർത്തനങ്ങളാണ് മക്കയിൽ തനിമയുടെ നേതൃത്വത്തിൽ നിർവഹിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള തനിമ വോളണ്ടിയർമാർ ദിവസവും സേവനത്തിനിറങ്ങി. ഭക്ഷണ വിതരണം, ആരോഗ്യ പരിചരണം, ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിപ്പിക്കൽ, ഫ്രൈഡേ ഓപ്പറേഷൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലാണ് സേവന പ്രവർത്തനങ്ങൾ നിർവഹിച്ചത്. മക്കയിലെ സേവന പ്രവർത്തനങ്ങൾക്ക് അബ്ദുൾ ഹക്കീം, CH ബഷീർ, ഷാനിബ നജാത്ത്, റഷീദ നിസാം, ആഷിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹ്രസ്വ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളെ തടഞ്ഞു നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത അമേരിക്കൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് മിസൈൽ സൗദിയുടെ വ്യോമ പ്രതിരോധത്തിന്റെ ഭാഗമായി ആദ്യ യൂണിറ്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സിസ്റ്റം പരിശോധന, വിലയിരുത്തൽ, സൗദി അറേബ്യയ്ക്കകത്ത് ഉദ്യോഗസ്ഥർക്കുള്ള ഫീൽഡ് പരിശീലനം എന്നിവ വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ആദ്യ താഡ് യൂണിറ്റ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയത്. ആദ്യത്തെ താഡ് ബാറ്ററിയുടെ വിന്യാസം രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ദേശീയ താൽപര്യങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള വിശാല പ്രതിരോധ പദ്ധതിയുടെ ഭാഗമാണ്. കുവൈറ്റിൽ ഫർവാനിയ പ്രദേശത്തെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരണപ്പെട്ടു. മരിച്ചയാൾ ഏത് രാജ്യക്കാരനാണെന്ന വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഫർവാനിയ, സുബ്ഹാൻ സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതായി കുവൈറ്റ് അഗ്നിശമന രക്ഷാ വിഭാഗം അറിയിച്ചു. കൂടാതെ ഇന്ന് രാവിലെ അൽ ഖുറൈൻ മാർക്കറ്റിൽ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റിലും സമീപത്തെ കടകളിലുമുണ്ടായ തീപിടുത്തത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. അൽ ബൈറബ്, അൽ ഖുറൈൻ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ത്യയിൽ നിന്നുള്ള സ്വാദിഷ്ടമായ മാമ്പഴങ്ങളുടെയും മാമ്പഴ വിഭവങ്ങളുടെയും വിപുലമായ പ്രദർശനവുമായി ഇന്ത്യൻ മാംഗോ മാനിയയ്ക്ക് UAE-യിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ തുടക്കമായി. അഗ്രികൾച്ചറൽ പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ. GCC-യിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് തനത് ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് കൂടുതൽ വിപണി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, അപേഡ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡോക്ടർ CB സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിൽ UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ഇന്ത്യൻ മാംഗോ മാനിയ ഉദ്ഘാടനം ചെയ്തു. ഖലീദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു ചടങ്ങ്. വൈവിധ്യമാർന്ന ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഗുണമേന്മ GCC-യിൽ കൂടി ലഭ്യമാക്കുകയാണ് മാംഗോ മാനിയയിലൂടെ സാധ്യമാകുന്നതെന്ന് ഇന്ത്യൻ അംബാസഡർ പറഞ്ഞു. Lulu Group has done appreciable work to bring so much of India into this country, not only supporting the food security of the UAE, but also boosting the agri-exports of India. ദുബായ് അൽബർഷ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ മാംഗോ മാനിയ മേള ഉദ്ഘാടനം ചെയ്തു. മാമ്പഴങ്ങൾ കൊണ്ടുള്ള വ്യത്യസ്തമായ ബേക്കറി വിഭവങ്ങൾ, സലാഡുകൾ, അച്ചാറുകൾ, ജ്യൂസ് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ശേഖരവും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സലീം VI, റീജിയണൽ ഡയറക്ടർമാരായ അബൂബക്കർ T, തമ്പാൻ K പൊതുവാൾ തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി. അമൃത ന്യൂസ്, ദുബായ്. 2 തവണ ഗിന്നസ് റെക്കോർഡ് നേടിയ യുവ കലാകാരൻ സരസൻസിന് ഇത് സ്വപ്ന സാക്ഷാത്കാരമാണ്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ ചിത്രം അദ്ദേഹത്തിന് നേരിട്ട് സമ്മാനിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഗുരുവായൂർ സ്വദേശി സരൻസ്. UAE-യുടെ ഉന്നത സിവിലിയൻ ബഹുമതി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ MA യൂസഫ് അലിക്ക് സമ്മാനിക്കുന്ന ക്യാൻവാസ് ചിത്രമാണ് സരൻസ് യൂസഫ് അലിക്ക് നൽകിയത്. അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ച ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടന വേളയിലായിരുന്നു സരൻസിന് ഈ അവസരം ലഭിച്ചത്. ഭാര്യ പ്രമിതയുമൊപ്പമുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകൃഷ്ണ ചിത്രവും വരച്ച് ലോക റെക്കോർഡ് നേടിയ സരൻസ് വിവിധ രാജ്യങ്ങളിലായി നിരവധി ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്.
പ്രശസ്ത വാദ്യകാരൻ ഗുരു കലാമണ്ഡലം ദിതീഷിന്റെ ശിക്ഷണത്തിൽ ചെണ്ടയിലും സോപാന സംഗീതത്തിലും പഠനം പൂർത്തിയാക്കിയ 12ഓളം പേരുടെ അരങ്ങേറ്റം ദുബായ് ഐൽ ഹിൽസയിലുള്ള ന്യൂ വിഷൻ ബാഡ്മിന്റൺ അക്കാദമി ഹാളിൽ വെച്ച് നടന്നു. പഞ്ചാരി മേളത്തിൽ 9 പേരും സോപാന സംഗീതത്തിൽ 3 പേരും അരങ്ങേറ്റം കുറിച്ചു. ഒരു വർഷത്തിലധികമായുള്ള പഠനം പൂർത്തിയാക്കിയാണ് ചെണ്ടയുടെയും സോപാന സംഗീതത്തിന്റെയും അവതരണ രംഗത്തേക്ക് ഈ കലാകാരന്മാർ എത്തിയത്. അരങ്ങേറ്റ മേളം, സോപാന സംഗീതം എന്നിവ ആസ്വദിക്കാനും കലാകാരന്മാരെ അനുമോദിക്കാനും 100 കണക്കിന് പേരാണ് എത്തിച്ചേർന്നത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൊല്ലം അമൃതപുരിയിലെത്തി സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് ഗവർണർ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയത്. ആത്മീയതയ്ക്കൊപ്പം മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ ആശയങ്ങളെയും പ്രവൃത്തികളെയും ഗവർണർ പ്രകീർത്തിച്ചു. കൊല്ലം അമൃതപുരിയിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെയും ഭാര്യ അനഘ അർലേക്കറെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങി. വിശേഷങ്ങൾ പങ്കുവച്ചു. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള തന്റെ വഴികാട്ടിയാണ് അമ്മയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. ആത്മീയതയും മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ പ്രവർത്തനങ്ങൾ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ്. ആ നിസ്വാർത്ഥ സേവനം രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെയും വലിയ പുണ്യമാണ് സമ്മാനിക്കുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. Only not the spirituality but the work Ma has done for the humanity itself is you cannot explain in the words. Words are falling short for this. What she has done for this, the people, the common people. In fact, that reflects her vision for the society and for the nation. She loves just human beings. ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് അമ്മയെ കാണുന്നതെന്നും അമ്മയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ വലിയ പരിവർത്തനമാണ് മനസ്സിലുണ്ടായതെന്നും ഗവർണറുടെ ഭാര്യ അനഘ ആർലേക്കർ പറഞ്ഞു. God himself cannot come, or Goddess herself cannot come. People like Amma, they come on this earth, guide us, give us direction and give us inspiration to do the work. And I think that's a great thing when you are coming with empty hands and going with all these experience to the society. Definitely you are fulfilled. ആശ്രമത്തിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഏറെ സമയം അമ്മയോടൊപ്പം ചിലവഴിച്ച ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ഭാര്യ അനഘ ആർലേക്കറും തിരികെ രാജ്ഭവനിലേക്ക് മടങ്ങി. അമൃത ന്യൂസ്, കൊല്ലം. ലിവർപൂളിന്റെ പോർച്ചുഗീസ് സ്ട്രൈക്കർ ഡിയോഗോ ജോട്ട വാഹനാപകടത്തിൽ മരിച്ചു. സഹോദരനൊപ്പം താരം സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽ സഹോദരനും മരിച്ചു. സ്പെയിനിലെ സമോറയ്ക്ക് സമീപമാണ് കാർ അപകടം നടന്നത്. അപകടത്തിൽ തീപിടിച്ച ജോട്ടോയുടെ കാർ പൂർണ്ണമായും കത്തിയമർന്നതായാണ് റിപ്പോർട്ട്. 28-കാരനായ ജോട്ടോയും സഹോദരൻ ആൻഡ്രേയും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ലിവർപൂളിന്റെയും പോർച്ചുഗലിന്റെയും ഫോർവേഡ് താരമാണ് ഡിയാഗോ ജോട്ട. പാക്കോസ് ഡി ഫെരയുടെ യൂത്ത് അക്കാദമിയിലൂടെയായിരുന്നു ഫുട്ബോൾ ജീവിതം ആരംഭിച്ചത്. 2016-ൽ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് മാറി. തുടർന്ന് പ്രീമിയർ ലീഗിൽ വോൾവർഹാംപ്ടൺ വണ്ടേഴ്സിലെത്തി. 2020-ലാണ് ലിവർപൂളിലെത്തുന്നത്. ക്ലബിനായി 123 മത്സരങ്ങളിൽ നിന്ന് 47 ഗോളുകൾ നേടി. 2019-2025 വർഷങ്ങളിൽ യുവേഫ നേഷൻസ് ലീഗ് കിരീടമുയർത്തിയ പോർച്ചുഗൽ ദേശീയ ടീമിലും അംഗമായിരുന്നു. ഇക്കഴിഞ്ഞ ജൂൺ 22-നായിരുന്നു ജോട്ടോയുടെ വിവാഹം. 3 മക്കളുള്ള ജോട്ടോ ദീർഘകാലമായി പ്രണയത്തിലായിരുന്ന കാമുകി റൂട്ട് കാർഡോസയാണ് വിവാഹം കഴിച്ചത്. മക്കളോടൊപ്പമുള്ള ഇവരുടെ വിവാഹ ഫോട്ടോയൊക്കെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.